ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യമാണ്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എൻ്റെ ബുദ്ധിമുട്ടിനും എന്നോട് കൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. I have coveted no man's silver or gold or apparel. Yeah, you yourself know that these hands have ministered unto my necessities and to them that were with me. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് അത് വിശ്വാസി അതുപോലെ തന്നെ ദൈവദാസന്മാരും വിശ്വസ്തതയുള്ളവരായിരിക്കണം. ദൈവമക്കളുടെ വിശ്വസത എന്ന് പറയുന്നത് തിരുവെഴുത്തിലെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് താൻ എഫെസോസിലെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിട്ടാണ് ഈ കാര്യം നമ്മോട് ഓർപ്പിക്കുന്നത്. മൂപ്പന്മാർ വിശ്വാസികളെ സംരക്ഷിക്കണമെന്നും ഇടയൻ ആടുകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ അത്യാവശ്യമാണ് ഈ സത്യങ്ങൾ അത് ഈ 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിന് ശേഷമായിട്ടാണ് ഈ സത്യങ്ങളെല്ലാം താൻ എഫെസോസിലെ വിശ്വാസികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെയാണ്: സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമ്പാദിച്ചതാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യങ്ങൾ വായിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ഉടമസ്ഥ അവകാശം കർത്താവിനുള്ളതാണ്, മറ്റാർക്കുള്ളതല്ല. സഭയെക്കുറിച്ചുള്ള ആദ്യ പ്രസ്താവനയിൽ കർത്താവ് എൻ്റെ സഭ എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊന്നിൻ്റെയും വലിപ്പം അതിന് കൊടുത്തിരിക്കുന്ന വിലയെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധവും വിലയേറിയതുമായ ജീവൽ രക്തം കൊടുത്താണ് അത് സഭയെ സമ്പാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ വലിപ്പം എന്തായിരിക്കും? സഭ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ്. സഭ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. സഭ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രാധാന്യവും അനർഹതയും വേണ്ട പോലെ മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികളും ക്രിസ്തീയ നേതാക്കന്മാരുമുണ്ട് എന്നത് വിരോധാഭാസമായി തോന്നാം, എന്നാൽ അത് വെറും സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ വലിയ ഉത്തരവാദിത്വങ്ങൾ സഭാ മൂപ്പന്മാർക്കുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ഓർപ്പിക്കുകയാണ്. മൂപ്പൻ ഏതളവിൽ തന്നെത്താൻ സൂക്ഷിക്കുന്നുവോ അതേ അളവിൽ മാത്രമേ ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നതിനുള്ള പ്രാഗൽഭ്യം തനിക്ക് ഉണ്ടാകൂ. യുവാക്കന്മാർ മാത്രമല്ല, മൂപ്പന്മാരും തങ്ങളെ തന്നെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ദൈവം നമ്മെ സൂക്ഷിക്കുന്നു എന്നത് ഒരു കാര്യമാണ്, എന്നാൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ രണ്ട് സത്യങ്ങളും അത് പരസ്പര വിരുദ്ധങ്ങളല്ല. ഒന്ന് ദൈവത്തിൻ്റെ പരമാധികാരവും മറ്റൊന്ന് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വിധമായ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ ആളുകളെ കുറിച്ച് പറയുകയാണ്, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ കാരണം എന്നറിയാമോ?
മൂപ്പന്മാർ വളരെ ശ്രദ്ധിച്ച് ആടുകളെ സൂക്ഷിക്കണം, ആടുകളെ രക്ഷിക്കണം. കാരണം വന്യമൃഗങ്ങൾ ആരാണെന്ന് പറയാണ്. ഉത്തരം തേടി ദൂരെയെങ്ങും പോകണ്ട. തൊട്ടടുത്തുള്ള വാക്യം ഇതാണ്: ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അവിടെ വായിക്കുന്നത് ഏറ്റവും ചീത്ത ഇനം ക്രൂര മൃഗങ്ങൾ ഏവെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ പർവ്വതങ്ങളിലെ സിംഹങ്ങളും കരടികളും പട്ടണങ്ങളിലെ ചുങ്കക്കാരും വക്കീലന്മാരുമാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കാര്യം ശിഷ്യന്മാർ എന്ത് ചെയ്യാണ്? അവരെ ശ്രദ്ധിക്കേണ്ടത്, അവരെ സൂക്ഷിക്കേണ്ടത് ഈ നിലയിലുള്ള ഒരു ഉത്തരവാദിത്വം അത് ഇടയന്മാർക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് എന്ത് ചെയ്യാണ്? അവരെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അപ്പോസ്തലനായ പൗലൂസ് ഈ എൽഡേഴ്സിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലൂസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് അവരോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയാണ്. കാരണം പൗലൂസ് 3 വർഷം രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് അവരിൽ ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ഇന്ന് നമ്മുടെ സഭകളിൽ വളരെ വിരളമായിരിക്കുന്ന ഒന്നാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. കാരണം ചില ഉണ്ണികളെ കാണുമ്പോൾ അറിയാം, ഊരിലെ പഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇന്ന് വിശ്വാസികളെ കണ്ടാൽ അറിയാം അവരുടെ ഇടയിൽ അവർക്ക് എത്രമാത്രം ഇടയ ശുശ്രൂഷ ലഭിച്ചിട്ടുണ്ട്, പരിപാലനം ലഭിച്ചിട്ടുണ്ട്. അത് പരിപാലനം ഇല്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുമെന്നാണ് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് പൗലൂസ് അവരോട് പറയുകയാണ്. ഈ കാര്യം മൂപ്പന്മാരെ പറഞ്ഞേൽപ്പിച്ചിട്ട് അവരുടെ മുൻപാകെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞ് താൻ മുൻപോട്ട് പോവുകയാണ്. എന്താ സാക്ഷ്യം? നമ്മളിപ്പോൾ അത് വായിച്ചു കേട്ടു. ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ മോഹിച്ചിട്ടില്ല. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അനുഭവ സാക്ഷ്യം എഫെസോസ് സഭയിലെ മൂപ്പന്മാരോട് പറയുന്നതിന് വളരെ പ്രസക്തിയും പ്രാധാന്യമുണ്ട്. മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ മൂപ്പന്മാരും ആ കാര്യം ശ്രദ്ധിക്കണം. വിശ്വാസികൾ അത് കേട്ടിരിക്കുമ്പോൾ വിശ്വാസികളും ആ കാര്യം കേട്ടിരിക്കണം. 2 കൂട്ടരും ഒരുപോലെ വിശ്വസ്തയോടെ മുൻപോട്ട് പോകേണ്ട മേഖലയാണ് എന്നുള്ളതാണ് പൗലൂസ് പറയുന്നതിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് പൗലൂസിൻ്റെ ഉപദേശവും നടപ്പും തമ്മിൽ യാതൊരു പൊരുത്തക്കേടും നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം തൻ്റെ ഗുരുവിനെയാണ് താൻ എന്ത് ചെയ്തത്? അനുധാവനം ചെയ്തിരിക്കുന്നത്. ഗുരു എന്ത് ചെയ്തോ, ഗുരു എങ്ങനെ ജീവിച്ചോ അതുപോലെയാണ്. അതുകൊണ്ട് ഈ പ്രേക്ഷിത പ്രമുഖൻ്റെ ജീവിത വിജയത്തിനുള്ള ഒരു പ്രധാന കാരണം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം 100% വിജയിച്ചതിൻ്റെ രഹസ്യം മറ്റൊന്നല്ല. അവിടുത്തെ ഉപദേശവും നടപ്പവും തമ്മിൽ യാതൊരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചവരും അവനെ അനുകരിക്കുന്നവരുമായ നമ്മുടെ ഉപദേശവും ജീവിതവും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടോ എന്ന് ഒരു സ്വയപരിശോധന നടത്തുന്നതും ഈ തരുണത്തിൽ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ഭൂതകാല ജീവിതത്തിൽ അത്തരം പൊരുത്തക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം മുമ്പാകെ അത് ഏറ്റുപറയും. അതുപോലെ ഭാവിയിൽ ഉപദേശിക്കുന്നത് പോലെ ജീവിക്കും എന്ന് പുതിയ തീരുമാനത്തോടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പുരോഗമിക്കാനായിട്ട് ഇടയായി തീരണം. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്: ഞാൻ ആരുടെയും പൊന്ന്, വെള്ളി, വസ്ത്രം എന്നിവ മോഹിച്ചിട്ടില്ല. അപ്പോൾ മോഹിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ അനർത്ഥങ്ങളും അത് സംബന്ധിച്ച് തിരുവെഴുത്തുകളും ധാരാളം സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു വേദപണ്ഡിതാവിൻ്റെ ശ്രദ്ധയിലേക്ക് ഓടിയെത്തുന്നത് യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലെ ആഖാനെ കുറിച്ചാണ്. ആഖാനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ആഖാൻ എന്ത് ചെയ്തു? അവന് വെള്ളിയും പൊന്നുമെല്ലാം എടുത്തതായിട്ടാണ് വായിക്കുന്നത്. അവനതെടുത്ത് എന്ത് ചെയ്തു? അവൻ്റെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടതായിട്ട് വായിക്കുന്നു. അവൻ ആരാണെന്നുള്ളതും കൂടെ നാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സാധാരണക്കാരനല്ല കേട്ടോ. 7-ാം അധ്യായത്തിൻ്റെ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ ഈ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം ആഖാന്റെ പാപത്തെക്കുറിച്ച് പറയുകയാണ്. യോശുവ 6-ാം അധ്യായത്തിൽ വലിയ വിജയത്തെക്കുറിച്ച് പറയുകയാണ്.
ആ വലിയ വിജയത്തിന് ശേഷം ഒരു വലിയ പരാജയം ഉണ്ടായതിൻ്റെ കാരണം എന്താണെന്നും 7-ാം അധ്യായം പരിശോധിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും. ഈ വെള്ളിയും പൊന്നും അതുപോലെ തന്നെ മേലങ്കിയും എല്ലാം എടുത്തു വച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ചരിത്രമാണ് 7-ാം അധ്യായത്തിൽ യോശുവയിൽ കാണാൻ കഴിയുന്നത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവ എന്ത് ചെയ്തു? യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ മേലെ ജ്വലിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ വായിക്കുന്നത് ഈ മനുഷ്യൻ ചെറിയൊരു മനുഷ്യനായിരുന്നില്ല, കർമ്മിയുടെ മകനാണ്, ഏറ്റവും ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ഒരുവനാണ്. അപ്പോൾ ആ ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനും പാപം ചെയ്താൽ അതങ്ങനെയാണ്. കള്ളം ചെയ്താൽ അത് കള്ളമാണ്. ചെറിയതായിരുന്നാലും വലിയതെടുത്താലും അവൻ കള്ളനാണ്. അതുകൊണ്ട് ആനയെ കെട്ടാലും കള്ളനാണ്, പാക്ക് കെട്ടാലും കള്ളനാണ്. അത് രണ്ടും വസ്തു ചെറുതും വലുതുമായിരിക്കാം, പക്ഷേ അവന് കള്ളൻ എന്നുള്ള പേരാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആഖാൻ എന്ത് ചെയ്തു? കർമ്മിയുടെ മകനാണെങ്കിലും അവൻ ഒരു കള്ളൻ എന്നുള്ള നിലയിൽ അവന് പേര് ലഭിച്ചു. അതുകൊണ്ട് ഈ കള്ളനായിരിക്കുന്ന ആഖാന് സംഭവിച്ച വലിയ ദുരന്തമാണ് ആ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 7-ാം അധ്യായത്തിൽ അത് സവിസ്തരം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവിടെ വായിക്കുന്നത്, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചെടുത്തു എന്ന് വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ അവ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. അവ എൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ നിലത്ത് കുഴിച്ചിട്ടിരിക്കുന്നു. നോക്കുക, കുറ്റം മുഴുവനും എന്ത് ചെയ്തു? അവൻ ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ്. ആഖാൻ എന്ത് ചെയ്യുന്നു? മിണ്ടാതിരുന്നില്ല. ആഖാൻ എന്ത് ചെയ്തു? അവൻ സമ്മതിച്ചു. ഞാൻ കണ്ടെന്നും മോഹിച്ചെന്നും എടുത്തെന്നും ഒക്കെ ഉള്ള പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ എങ്ങനെയാണ് അവന് ഈ വസ്തു എല്ലാം എടുക്കാൻ തോന്നിയെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ്റെ മോഹം എങ്ങനെ ഉണ്ടായി? കാഴ്ചയാലാണ് മോഹമുണ്ടായത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമും ഹവ്വയൊക്കെ വീഴാനായിട്ട് ഇടയായിത്തീർന്നത് എന്താണ്? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉൽപ്പത്തി 3:6. അപ്പം മനുഷ്യവർഗത്തിൻ്റെ വീഴ്ചയ്ക്ക് പരാജയത്തിനും കാരണം കൺമോഹം കാരണമായി. എന്നാൽ നമ്മൾ വായിക്കുന്നത് ആവർത്തന പുസ്തകം 7:25 എന്താ വായിക്കുന്നത്? അവരുടെ ദേവപ്രതിമകളെ തീയിലിട്ട് ചുട്ടുകളയണം, നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ അവന്മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ച് എടുത്തു കൊള്ളരുത്, അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. പ്രിയപ്പെട്ടവരെ, ലാബാന്റെ വീട്ടിൽ നിന്ന് പോന്ന ഇസാക്കും റിബേക്കയും അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? അവൻ പോകുന്ന കൂട്ടത്തിൽ അപ്പൻ്റെ ഗ്രഹബിംബവും കൂടെ എടുത്തുകൊണ്ട് പോന്നു. അത് പിൽക്കാലത്ത് അവൾക്കൊരു വലിയ നാശത്തിനും മരണത്തിനും കാരണമായി തീരുവാനിടയായി എന്നാണ് ഉൽപ്പത്തി 35-ാം അധ്യായം പഠിക്കുന്ന ഒരു വേദപഠിതാവിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൾ പൂർണ്ണ ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞ് മുമ്പോട്ടും തള്ള പുറകോട്ടുമായി എന്ന് പറഞ്ഞാൽ, കുഞ്ഞ് മുമ്പോട്ട് വന്നു, തള്ള പുറകോട്ട് മറിഞ്ഞു വീണ് ചാകാനിടയായി. അതെന്താണ്? അത് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തു വെച്ച പാപം, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വിട്ടുപോകുന്ന കാര്യങ്ങളെ പിന്നെ ഏറ്റെടുത്ത് അത് ഒളിച്ചു വെച്ചതുകൊണ്ടാണ് ആ പാപം തുടർമാനമായിട്ട് അവരുടെ കുടുംബങ്ങളിലും അവരുടെ ജീവിതങ്ങളിലും അതിന് സ്വാധീനം ചെലുത്തുവാനിടയായത്. പാപത്തോട് പോരാടുന്നതിൽ നാം പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നാം പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം, ജീവൻ പോവോളം എതിർത്ത് നിൽക്കണം എന്നാണ് പ്രമാണം. അതുകൊണ്ട് എന്ത് ചെയ്തു?
അതെ, ആ ബേത്ലഹേം എഫ്രാത്തിയിലേക്ക് വന്നപ്പോൾ അവൾക്ക് പ്രസവവേദന വന്നു. അവൾ എന്ത് ചെയ്തു? അവൾ പ്രസവിച്ചു, ഒരു കുഞ്ഞിനെ കിട്ടി. ഏ അതെ, ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? വേദന അറിഞ്ഞ് പ്രസവിച്ച അവൾ എന്ത് ചെയ്തു? ബെനോനി, വേദനയുടെ പുത്രൻ. എന്താണ് വേദനയുടെ പുത്രൻ എന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ ഒരു വേദന അവൾക്കുണ്ടായി. അയ്യോ, ഞാൻ അപ്പൻ്റെ വിഗ്രഹം കൂടെ എടുത്തുകൊണ്ട് പോന്നല്ലോ, എൻ്റെ വീട്ടിലെ വിഗ്രഹം കൂടെ എടുത്തുകൊണ്ട് പോന്നല്ലോ എന്നുള്ള ഒരു വേദന അവൾക്ക് എന്തോ ഉണ്ടാകുകയും ആ വേദന അവളെ പ്രസവവേദനയിലേക്ക് കൊണ്ടുവരികയും ആ വേദനയിലൂടെ അവൾ എന്ത് ചെയ്തു? അവൾ മരണം സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് മരണത്തിനല്ലാത്ത പാപം ഉണ്ടെന്ന് വായിക്കുന്നുണ്ട്, മരണത്തിനും ഉള്ള പാപവും ഉണ്ട്. ഇത് രണ്ടും നാം മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ എന്ത് ചെയ്തു? കൺമോഹം അവരുടെ ആദിമ മാതാപിതാക്കന്മാരുടെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നു. ഇവിടെ പൗലോസ് പറയാണ്, അത് നാം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ന്യായപ്രമാണം എന്ത് പറയുന്നു? അവരുടെ ദേവപ്രതിമകളെ തീയിൽ ചുട്ടുകളയണം. നീ അത് നിന്നെ വശീകരിക്കാതിരിപ്പാൻ അവയിലുള്ള വെള്ളിയോ പൊന്നോ നീ മോഹിച്ച് എടുത്തുകൊള്ളരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് അത് അറപ്പാകുന്നു. ഈ ആവർത്തനം 7:25 ന്യായപ്രമാണ വാക്യം നന്നായിട്ട് അറിയാവുന്ന കർമ്മിയുടെ മകനായ ആഖാൻ എന്തുകൊണ്ട് ന്യായപ്രമാണത്തെ തെറ്റിച്ചു? ന്യായപ്രമാണം കയ്യിലിരിക്കുമ്പോൾ തന്നെ തെറ്റിപ്പോയവനാണല്ലോ ശൗൽ. പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെ തന്നെയാണ്. ന്യായപ്രമാണം കയ്യിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റിപ്പോവുകയാണ്. കർത്താവേ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ് എന്ന് നമ്മൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നാം അതിൻ്റെ അകത്ത് തെറ്റിപ്പോകുന്നു, വീണു പോകുന്ന എത്രയോ ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത്, യാക്കോബ് പറയുകയാണ്, സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. യാക്കോബ് 1:14. കാരണം അവിടെ പറയുന്നത് സ്വന്തം മോഹമെന്നാണ്. അതെന്താണ്? ഈ മോഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് അത്യാഗ്രഹമാണ്. ആ അത്യാഗ്രഹം എന്താണ്? ഒരു വിഗ്രഹാരാധനയാണ്. കൊലോസ്യർ 3:5. അപ്പോൾ ഈ മോഹം ഒരു അത്യാഗ്രഹം, സ്വന്തം മോഹം എന്ത് ചെയ്തു? അതേ അത്യാഗ്രഹത്തിലേക്ക് വരികയും ആ അത്യാഗ്രഹം ഒരു വിഗ്രഹാരാധനയായിട്ട് കൊലോസ്യത്തിൽ പറയുകയും ചെയ്യുന്നു. അത്യാഗ്രഹി വിഗ്രഹാരാധിയാണെന്ന് എഫേസ്യർ 5:5 പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ അത്യാഗ്രഹം എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യണം? അതിന് കടിഞ്ഞാൺ ഇടണം. അപ്പോൾ കടിഞ്ഞാൺ ഇടാത്ത ആഗ്രഹം അഥവാ മോഹമെന്നാണ് മലയാളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതായ ഈ മോഹത്തിൻ്റെ അർത്ഥം രേഖപ്പെടുത്തി ഡിക്ഷണറി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹങ്ങളെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കേണ്ട സ്ഥിതിയിൽ ആണ്. അല്ലാത്ത പക്ഷം നമുക്ക് പല നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ചു വന്നപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നത് പ്രവാചകനായ എലീശയുടെ ബാല്യക്കാരൻ ഗേഹസിയെക്കുറിച്ചാണ്. നയമാൻ്റെ വെള്ളിയും വസ്ത്രവും മോഹിച്ചതിൻ്റെ ഫലമായി കുഷ്ഠരോഗിയായി പ്രവാചകന്റെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയ ദാരുണ സംഭവത്തെക്കുറിച്ചാണ് 2 രാജ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത്, എവിടെ കുഷ്ഠം പോയോ ആ കുഷ്ഠം പൊങ്ങി ഈ ഗേഹസിയിൽ വരാനായിട്ട് ഇടയായി തീർന്നു. കാരണം എലീശ സൗജന്യമായിട്ട് നൽകിയ ഈ കുഷ്ഠശുദ്ധീകരണം അവൻ ചെയ്തു, അതിന് പ്രതിഫലം കൊടുത്തിട്ടും അത് അവൻ വാങ്ങിച്ചില്ല. എന്നാൽ എലീശ എന്ത് ചെയ്തു? എലീശയുടെ ഈ ദാസനായ ഗേഹസി അവൻ പുറകെ ചെന്ന് തൻ്റെ യജമാനത് വേണമെന്ന് പറഞ്ഞത് മേടിച്ചുകൊണ്ട് വന്നു. അവനത് കൈക്കലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആഖാൻ എന്ത് കാണിച്ചു? അതുപോലെ തന്നെ കാണിച്ചു. ഇതെല്ലാം ഒരു മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യർക്കെല്ലാം ഇച്ചിരി മോഹമുണ്ട്. ആ മോഹത്തെക്കുറിച്ച് നമുക്കെന്ത് പറയാൻ സാധിക്കും? മോഹം നമ്മുടെ കൂടപ്പുറപ്പായിട്ട് നിൽക്കുകയാണ്. ഒരിക്കലും ഒരു സഭയിൽ ഒരു മൂപ്പൻ ഇങ്ങനെ പറയുണ്ടായി, കർത്താവെ, ഞങ്ങൾക്കെല്ലാം ഇച്ചിരി ദ്രവ്യാഗ്രഹമുണ്ട്, സാരമില്ല, നിനക്കറിയാമല്ലോ. കർത്താവിന് എന്ത് ചെയ്യുന്നു? ഈ മൂപ്പൻ ക്ലാസ് എടുക്കുകയാണ്. എന്താ ക്ലാസ് എടുക്കുന്നത്? കർത്താവെ, ഞങ്ങൾക്കെല്ലാം അല്പം ദ്രവ്യാഗ്രഹമുണ്ട്, സാരമില്ല, നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ദ്രവ്യാഗ്രഹികളായി തീർന്നിട്ടും അത്യാഗ്രഹികളായി തീർന്നിട്ടും പിടിച്ചു മേടിച്ചെടുത്ത് വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കർത്താവിന് ക്ലാസ് എടുക്കുകയാണ്. അത് നിനക്കറിയാമല്ലോ, ഞാനത് ചെയ്യുന്നുള്ള ശരിയാ, അത് പറയത്തില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയത്തില്ലേ, എന്നിട്ട് പറയാണ് അത് നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ സ്ഥിതി. അതുകൊണ്ട് നമ്മുടെ ഈ ആഗ്രഹങ്ങളെല്ലാം എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കണം.
ഇവിടെ എലീശയുടെ ബാല്യക്കാരനും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവനെന്ത് ചെയ്തു? അവന് മോഹിച്ചു. ആ മോഹം അവനെന്ത് ചെയ്തു? അവന് വലിയ കണിയായി തീരാനായിട്ട് ഇടയായി തീർന്നു. കൊരിന്ത്യത്തിൽ പൗലോസ് എന്താ പറഞ്ഞത്? ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. 1 കൊരിന്ത്യർ 10:6. ഇതര മോഹക്കണിയിൽ അകപ്പെട്ട കാര്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം അവരെ പോലെ മോഹിക്കേണ്ടതിനല്ല, പ്രത്യുത മോഹക്കണിയിൽ അകപ്പെടാതെ കരുതലുള്ളവരായിരിക്കേണ്ടതിനാണ്. കാഴ്ചയാലാണല്ലോ മോഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ കണ്ണ് എന്ത് ചെയ്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമുക്കത് അതീവ ജാഗ്രതയോടെ ആ കാര്യം നമുക്ക് പുലർത്തി പോകാം. ഇല്ലെങ്കിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെ പൗലൂസ് ഈ എഫെസോസിലെ മൂപ്പന്മാരോട് പറയുകയാണ്, ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ ഒന്നും മോഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അടുത്തതായി പറയുന്നത് പൗലൂസ് കൈകൊണ്ടുള്ള അധ്വാനത്തെ പറ്റിയാണ്. എഫെസോസ് സഭയിലെ മൂപ്പന്മാരോട് പ്രസ്താവിച്ചു, തൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്താണെന്നറിയാമോ? ഒരു യഹൂദൻ്റെ സംസാരത്തിന് ആംഗ്യം ഒരു അഭിവാജ്യ ഘടകമാണ്. അതുകൊണ്ട് കൈകൾ കൊണ്ടുള്ള അധ്വാനത്തെക്കുറിച്ച് എന്ത് ചെയ്തു? അപ്പോസ്തലൻ്റെ മനോഭാവം എന്തെന്ന് താൻ എന്ത് ചെയ്യാണ് പറയുകയാണ്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ ചിലരെ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് അത് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേല ചെയ്യണം. താൻ അധ്വാനിച്ച് എന്ത് ചെയ്തു? കർത്താവിൻ്റെ വേല ചെയ്തു. അതുകൊണ്ട് ആ അധ്വാനം കൈകൊണ്ട് അധ്വാനിച്ച് വേല ചെയ്തു എന്നാണ് വായിക്കുന്നത്. അത് അവർക്ക് ആർക്കും ഒരു ഭാരമായിരുന്നില്ല. അതുകൊണ്ട് ഈ കാലത്ത് എന്ത് ചെയ്യില്ല, വേല ചെയ്ത് കർത്താവിന് വേല ചെയ്യുന്നവര് മറ്റു വേല ചെയ്യരുതെന്ന ഉള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവർ പൂർണ്ണമായും വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞവരെന്ത് ചെയ്യണം? അവരെ കരുതേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം വിശ്വാസികൾക്ക് സഭയ്ക്കുമുണ്ട്. പൗലൂസ് അങ്ങനെ ചെയ്തു, ഒരു മാതൃക കാണിച്ചെന്നുള്ളത് ശരിയാണെങ്കിലും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താൻ ഒരു അലസനായിരുന്നില്ല, താൻ ഒരു അത്യധ്വാനിയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ്. അതുകൊണ്ട് പാപത്തിൻ്റെ പരമായിട്ടുള്ള മനുഷ്യന് വേല ഉണ്ടായത് എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പറയുന്നുണ്ട്. ഏതൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനുമാണ് ദൈവം എന്ത് ചെയ്തത്? അവനെ ആക്കിയത്. പാപം പ്രവേശിക്കുന്നതിന് മുമ്പുള്ള നിഷ്പാപയുഗത്തിൽ തന്നെ മനുഷ്യർ വേല ചെയ്യണമെന്ന് സൃഷ്ടാവായ ദൈവം വിധിച്ച കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പൗലോസ് പറയും, ഞാൻ അധ്വാനിച്ചു, ഞാൻ വേല ചെയ്തു, ഞാൻ ആ കൂലി കൊണ്ടാണ് കർത്താവിന് വേല ചെയ്തതെന്ന് പൗലൂസ് പറയുന്നു. എത്രയോ നല്ലൊരു സാക്ഷ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പൗലൂസ് മൂപ്പന്മാരെ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉത്തരവാദിത്തം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. സഭയെ മേയിക്കണം, സഭയെ ആടുകളെ പുലർത്തണം, ആടുകളെ നടത്തണം, അവരെ തീറ്റിപ്പോറ്റണം. ഇതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ടാണ് താൻ ഈ ഭാഗം പറയുന്നത്. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. കാരണം പൗലൂസ് പറയുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമാണ്. പ്രിയപ്പെട്ടവരെ, വാങ്ങുന്നവർ കൊടുക്കുകയും ചെയ്യണം, കൊടുക്കുന്നവർ എന്ത് ചെയ്യണം? കൊടുക്കുമ്പോൾ നാം സ്വീകരിക്കുമ്പോൾ തന്നെ നാം എന്ത് ചെയ്യണം? നാം കൊടുക്കുകയും ചെയ്യണം. ലേവ്യന് കിട്ടുന്നത് ഒരു ഭാഗം മറ്റുള്ളവർക്കും കൊടുക്കണം. ഇതാണ് ഉത്തരവാദിത്വം. എന്നാൽ ഇന്ന് അങ്ങനെ കാണുന്നില്ല. മേടിച്ചു കൂട്ടുക. ഇതിൽ നിന്നൊരു ഭാഗം വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ ആർക്കും മനസ്സില്ലാത്തവരായി തീർന്നിരിക്കുകയാണ്. എന്നാൽ പൗലൂസിന്റെ വാക്കുകൾ നോക്കുക, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് നിങ്ങൾ ക്രയം ചെയ്യുമ്പോൾ, നിങ്ങൾ മറ്റൊരാൾ കൊടുക്കും തോറും ചെയ്യും നിങ്ങൾക്ക് വേറെ തന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഖജനാവ് കാലിയാകുമ്പോൾ നിങ്ങൾക്ക് ദൈവം വേറെ തരും. എന്നാൽ നിങ്ങളിതെല്ലാം കൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ ജനം ശപിക്കും. ആ മനുഷ്യൻ വലിയ ധനികനാണ്,
അത് സുവിശേഷനായിരുന്നാലും മൂപ്പനായിരുന്നാലും വിശ്വാസിയായിരുന്നാലും 5 പൈസയ്ക്ക് ഉപകാരമില്ലാത്ത മനുഷ്യനെന്ന് പറഞ്ഞ് ജനം പ്രാകാനായിട്ട് ഇടയായിത്തീരരുത്. ഇത് വരാതിരിക്കുവാൻ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പഠിപ്പിച്ച ആ കാര്യം ഓർത്ത് നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ വലിയവനായ ദൈവം ഈ ചെറിയ ചിന്തകളിലൂടെ ഇടയാകട്ടെ. അതുകൊണ്ട് ദൈവ മക്കളും അതെ അവരുടെ വിശ്വസ്തതയും എന്നുള്ള വിഷയം, അതിനകത്ത് ദൈവദാസന്മാരും വരാം, ദൈവസഭയെ നടത്തുന്ന മൂപ്പന്മാരും വരാം. നമുക്ക് വിശ്വസ്തയോടെ മുൻപോട്ട് അതെ ഈ കാര്യത്തിൽ തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുമുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.